നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ അതിൻ്റെ ആ പോളാർ ഫോം നമ്മൾ പഠിച്ചു. അതിലത്തെ മോഡ് ഇസഡ് പറഞ്ഞു. പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് തീറ്റ, അത് തീറ്റ ലൈ ചെയ്യുന്ന ഇൻ്റർവെൽ പറഞ്ഞു. -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്വാഡ്രൻറ്റിലും ഈ പറയുന്ന പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പോൾ ട്രിഗണോമെട്രിയിൽ നമ്മൾ ആംഗിൾ പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ അക്യൂട്ട് ആംഗിൾ തീറ്റ, സെക്കൻഡിലാണെങ്കിൽ 180 മൈനസ് തീറ്റ, തേർഡിൽ 180 പ്ലസ് തീറ്റ, ഫോർത്തിൽ 2π മൈനസ് തീറ്റ. നമ്മൾ പറയുമ്പോൾ റേഡിയൻ മെഷറിലാണ് പറയുന്നത്. തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ, സെക്കൻഡ് ക്വാഡ്രന്റിൽ π മൈനസ് തീറ്റ, തേർഡിൽ π പ്ലസ് തീറ്റ, ഫോർത്തിൽ 2π മൈനസ് തീറ്റ, വേർ തീറ്റ ഈസ് അക്യൂട്ട്. അതാണ് നമ്മൾ ട്രിഗണോമെട്രിയിൽ ഇപ്രകാരമാണ് ആംഗിൾ പറയുന്നത്. പോളാർ ഫോമിൽ ഈ പറയുന്ന ഇന്റർവെൽ -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ, ആ ഇന്റർവെല്ലിൽ വരുന്ന തീറ്റയാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഓരോ ക്വാഡ്രന്റിലും നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ 1 + i ഇൻ ദി പോളാർ ഫോം. അപ്പൊ നമുക്കറിയാം 1 + i ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്നത് r into cos theta plus i sin theta. ഇവിടെ which is equal to r cos theta plus i r sin theta. ഇവിടെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണ്. ദെൻ അതിന്റെ റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കും, ഒപ്പം ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കും. ദെൻ ഇക്വേറ്റിംഗ് r cos theta is equal to 1. ഇവിടത്തെ വരുന്ന റിയൽ പാർട്ട് r cos theta അത് ഇവിടത്തെ 1നോട് ഈക്വൽ ആയിരിക്കും. r cos theta is equal to 1. ഇമാജിനറി പാർട്ട് ഈ പറയുന്ന iയുടെ കോഎഫിഷ്യന്റ് ആണ്, അതായത് ഇവിടെ r sin theta. r sin theta is equal to ഇവിടെ വരുന്ന ഇമാജിനറി പാർട്ട് ഇത് i into 1 എന്നാണ്. അപ്പോൾ 1. Okay, then equation number 1, equation number 2, then squaring and adding r square cos square theta is equal to 1, r square sin square theta is equal to 1. അപ്പോൾ നമ്മൾ ആദ്യം സ്ക്വയർ ചെയ്ത് എഴുതാം. r square cos square theta is equal to 1. equation number 1നെ സ്ക്വയർ ചെയ്തു. സ്ക്വയറിംഗ് മീൻസ് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്, അതായത് സ്ക്വയർ ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്തു, ഈക്വൽസ് റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്തു. ദെൻ ഇത് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്നു, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ r സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. r സ്ക്വയർ കോമൺ ഫാക്ടർ ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് r സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 1 + 1 സ്ക്വയർ 1 + 1 ആഡ് ചെയ്യുക, സ്ക്വയർ ചെയ്യേണ്ട, ആഡ് ചെയ്യുന്നു. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ r സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് r സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, r സ്ക്വയർ കോമൺ ഫാക്ടർ ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 1 + 1 2. എന്താണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? അത് 1 ആണ്. ട്രിഗണോമെട്രിയിൽ തീറ്റ ഏത് റേഡിയൻ മെഷർ ആണെങ്കിലും കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അത് എക്സ് സെറ്റ് ഓഫ് ഓൾ റിയൽസ് ആണ്, റേഡിയൻ മെഷർ റിയൽസ് ആണ്. അപ്പം ഏത് റേഡിയൻ മെഷർ ആണെങ്കിലും സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ഓക്കെ, ദെൻ ബാക്കി നമുക്ക് കിട്ടുന്നത് r സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, r ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2. നമുക്കറിയാം ഈ r എന്ന് പറയുന്നത് മോഡുലസ് z ആണ്. ഇതിന്റെ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് ആണ് r. അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം അവിടെ പ്ലസ് ഓർ മൈനസ് വരത്തില്ല.
ആർ ഈസ് ഈക്വൽ ടു √2 എന്ന ആൻസർ മാത്രമേ വരത്തുള്ളൂ. പോസിറ്റീവ് ആയിരിക്കും മോഡുലസ്. നൗ ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റെപ്പ് ഒന്നും എഴുതിയില്ല എങ്കിലും നമുക്ക് ബൈ ഫോർമുല പ്രകാരം നമുക്ക് ആർ എഴുതാം. ഈ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്താണ്? കോംപ്ലക്സ് നമ്പർ a പ്ലസ് ഐ ബി ആണെങ്കിൽ അതിന്റെ മോഡുലസ് എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ, എയുടെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്തും 1. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് √2 എന്ന് കിട്ടും. ഏതായാലും ഞാൻ ഈ സ്റ്റെപ്പ് പ്രകാരം ഞാൻ ഇതിങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ആംഗിൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ആർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടേണ്ടത് ആംഗിൾ തീറ്റ. ആംഗിൾ തീറ്റ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ്. ആ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കിട്ടുന്ന കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/r, അതായത് 1/r ഇവിടെ √2 ആണ്, 1/√2. Then sin theta is equal to, again which is equal to, ക്വസ്റ്റ്യൻ നമ്പർ 2 നിന്നാണ് കാണുന്നത്, 1/r, അതായത് 1 again √2 തന്നെ. അപ്പൊ ഇവിടെ 1 + i = r × cos θ + i sin θ. അതിൽ r നമുക്ക് മോഡുലസ് കിട്ടി. ഇനി തീറ്റയാണ് കാണേണ്ടത്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ എ എന്നിരിക്കട്ടെ, ക്യാപിറ്റൽ എ, ഇക്വേഷൻ നമ്പർ എ എന്നിരിക്കട്ടെ. ഇത് 1ഉം 2ഉം എന്ന് കൊടുത്തല്ലോ, അപ്പൊ ഇത് എ എന്നിരിക്കട്ടെ. നൗ ഇവിടെ നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ പോസിറ്റീവ് ആണ്, സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. അപ്പൊ തീറ്റ എന്ത് വരും? തീറ്റ ലൈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അതിന്റെ ആംഗിൾസും നമ്മൾ പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. കോസ് തീറ്റ പോസിറ്റീവ്, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എടുത്താലും അവിടെ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. അപ്പൊ തീറ്റ എത്ര കിട്ടും? ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു sin π/4 1/√2, cos π/4 1/√2. therefore തീറ്റ നിങ്ങൾക്ക് π/4 എന്ന് കിട്ടി. ഇവിടെ ഈ തീറ്റ നമുക്കറിയാം ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. നമുക്ക് വേണ്ട തീറ്റ -π ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π വരുന്നതാണ്. അപ്പം ഈ പറയുന്ന അക്യൂട്ട് ആംഗിൾ π/4 അതിൽ വരും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, then substituting in equation number a, ഇവിടെ equation number first, ഈ equation number a യിൽ നമുക്ക് കൊടുക്കാം. equation number a, we have 1 + i is equal to, ഇതിൽ നമ്മൾ കൊടുക്കുമ്പോൾ we have 1 + i is equal to r നമുക്ക് കിട്ടി √2 എന്ന് കിട്ടി, തീറ്റ π/4 എന്ന് കിട്ടി, that is cos π/4 plus i sin π/4. ഇതാണ് 1 + i എന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം, റെപ്രസെന്റേഷൻ ഇൻ പോളാർ ഫോം. ഇതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ z is equal to -1 + i. ഇവിടെ എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ മോഡുലസ് കാണാനായിട്ട് എളുപ്പമാണ്. മോഡുലസ് എത്രയായിരിക്കും? മോഡുലസ് z that is equal to, നമ്മളിവിടെ r എന്ന് പറയും. r എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. that is square root of a square plus b square, square root of -1 the whole square plus 1 square, √2 തന്നെ കിട്ടും അല്ലേ? ഓക്കെ, പക്ഷെ നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനും കുറെ കണക്ക് ചെയ്യുമ്പോൾ അതെല്ലാം എളുപ്പമായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആ വഴി ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് എഴുതുന്നു. That is here, that is equal to again r cos theta plus i r sin theta. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയത്. Then equating real and imaginary parts, here r cos theta is equal to എത്ര വരും? -1. r sin theta is equal to 1. റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്തു, ഇമാജിനറി പാർട്ട് ഇവിടെ r sin theta, ഇവിടെ i യുടെ കോഎഫിഷ്യന്റ് 1. Then ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. then again squaring and adding, അതായത് 2 സ്ക്വയർ plus 3 സ്ക്വയർ. അപ്പോൾ അത് നമുക്ക് ഇനി ഒന്നും പറയാനില്ല. r സ്ക്വയർ cos സ്ക്വയർ തീറ്റ
ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്തപ്പോൾ 1. ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അഗെയിൻ 1. ദെൻ ഇവിടെ ഇത് നമ്മൾ സ്ക്വയർ ചെയ്തതേ ഉള്ളൂ. ഇനി ആഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അത് 1 ആണ്. അഗെയിൻ 1 + 1 2 ആണ്. ആർ സ്ക്വയർ 2 ആർ ഈസ് ഈക്വൽ ടു √2. ഇത് ഏതായാലും നമുക്ക് ഫോർമുല പ്രകാരമാണെങ്കിലും ആർ √2 എന്ന് കിട്ടും. അതിങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. Then substituting in equation number 2 and 3, r-ന്റെ വാല്യൂ 2-ലും 3-ലും നമ്മൾ കൊടുക്കുന്നു. Then what is cos theta? Cos theta is equal to -1/√2. Sin theta is equal to 1/√2. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ കണ്ടുപിടിക്കണം. ആ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ വരുന്നത് ഏത് ഇന്റർവെല്ലിൽ വരണം? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ വരുന്നത് -π θ ≤ π വരുന്ന ഈ തീറ്റയുടെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കണം. ഇവിടെ അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? കോസ് തീറ്റ 1/√2 ആയിട്ട് പരിഗണിക്കണം. സൈൻ തീറ്റയും 1/√2. അതായത് ഈ പറയുന്നതിന്റെ മോഡുലസ് കൊടുത്താണ് അത് നമ്മൾ ചെയ്യുന്നത്. മോഡുലസ് കൊടുക്കുമ്പോൾ പിന്നെ അത് 1/√2 തന്നെ പറയത്തുള്ളൂ. അക്യൂട്ട് ആംഗിൾ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അക്യൂട്ട് ആംഗിൾ വരുന്നത്. അവിടെ നമ്മൾ എടുക്കുന്നത് കോസ് തീറ്റ പോസിറ്റീവ്, സൈൻ തീറ്റ പോസിറ്റീവ്, ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുത്താലും അത് പോസിറ്റീവ് ആയിരിക്കും. സീക് തീറ്റ പോസിറ്റീവ്, ടാൻ തീറ്റ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. തീറ്റ അക്യൂട്ട് ആണ്. അപ്പോൾ ഇവിടെ അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ആര് പഠിപ്പിച്ചില്ലെങ്കിലും നമുക്കതിൻ്റെ ഒരു ഇതുണ്ടാകും. അതായത് കോസ് തീറ്റ 1/√2 ആയിട്ട് പരിഗണിക്കണം, സൈൻ തീറ്റ 1/√2 ആയിട്ട് നിങ്ങൾ പരിഗണിക്കണം. അപ്പൊ നിങ്ങൾക്ക് അക്യൂട്ട് ആംഗിൾ കിട്ടി. ആ അക്യൂട്ട് ആംഗിൾ ആണ് എന്ത്? π/4. കോസ് തീറ്റ 1/√2ഉം സൈൻ തീറ്റ 1/√2ഉം ആയിട്ട് പരിഗണിക്കുമ്പോൾ കിട്ടുന്ന അക്യൂട്ട് ആംഗിൾ ആണ് π/4. ആ അക്യൂട്ട് ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് കൊടുക്കുന്നു. അതായത് ആ ആൽഫയാണ് π/4. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ ഞാൻ ആൽഫ എന്ന് കൊടുത്താൽ ആ ആൽഫയാണ് π/4. പക്ഷെ നമുക്ക് വേണ്ടത് ഈ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയ ഈ തീറ്റയാണ് വേണ്ടത്. അപ്പോൾ കോസ് തീറ്റ -1/√2 എന്ന് കിട്ടണം, സൈൻ തീറ്റ കൊടുക്കുമ്പോൾ 1/√2 എന്ന് കിട്ടുന്ന തീറ്റയാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ ഫിഗർ വരയ്ക്കാൻ നോക്കിയിരിക്കുക. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. സൈൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഇതിസ് തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഏതാണോ പോസിറ്റീവ് അത് നോക്കിയാണ്, ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണോ ഇവിടെ തരുമ്പോൾ പോസിറ്റീവ്, അപ്പം ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ലൈ ചെയ്യുന്ന ക്വാഡ്രന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ സൈൻ തീറ്റ പോസിറ്റീവ് ആണ്. നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ നമുക്കറിയാം, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഫസ്റ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആണ്. സെക്കൻഡിൽ സൈൻ തീറ്റയും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണത്? കൊസീക് തീറ്റയും പോസിറ്റീവ് ആണ്. തേർഡിൽ ടാൻ തീറ്റയും അതിന്റെ റെസിപ്രോക്കലായ കോട്ട് തീറ്റ അതും പോസിറ്റീവ് ആണ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, അതായത് സി. എന്താണ് സി? കോസ് തീറ്റ. ഫോർത്തിൽ കോസ് തീറ്റ, കോസ് പോസിറ്റീവ് ആണ്. അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണ്? സീക് തീറ്റ, അതും പോസിറ്റീവ് ആണ്. അപ്പം ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ കണ്ടുപിടിക്കാനായിട്ട്, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ കണ്ടുപിടിക്കാനായിട്ട് പോളാർ ഫോമിൽ നമ്മൾ എപ്പോഴും തീറ്റ ഇതിനിടയിൽ വരുന്നതായിരിക്കും. അത് മക്കളെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ, ഞാൻ ആദ്യത്തെ കണക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതായിരുന്നു. കോസ് തീറ്റ പോസിറ്റീവ്, സൈൻ തീറ്റ പോസിറ്റീവ് എന്നാണ് അതിനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റ്? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? അപ്പൊ അവിടെ ഈ പറയുന്ന അക്യൂട്ട് ആംഗിൾ ആണ് കിട്ടുന്നത്. ആ അക്യൂട്ട് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് റെഫറൻസ് ആംഗിൾ ആയ ആൽഫയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ തന്നെ
ആ കിട്ടുന്ന ആ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റയാണ് നമുക്ക് വേണ്ടത്. ആ വേണ്ടത് അവിടെ കിട്ടുന്ന അക്യൂട്ട് ആംഗിൾ ആൽഫയോട് ഈക്വൽ ആയിരിക്കും. അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിലെ കാര്യമാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ കഴിഞ്ഞ കണക്കിന് ചെയ്തതാണ്. നമ്മൾ വെറുതെ കോസ് തീറ്റ പോസിറ്റീവ് സൈൻ തീറ്റ പോസിറ്റീവ് രണ്ടും 1/√2 ആയിരുന്നു. അങ്ങനെയായപ്പോൾ ഞാൻ പറഞ്ഞു തീറ്റ π/4 തന്നെ. അപ്പം അത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ π/4. ആ π/4 കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ആ അക്യൂട്ട് ആംഗിൾ തന്നെയായിരുന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെക്കൻഡിൽ വരുമ്പോൾ എന്ത് പറ്റി? സൈൻ തീറ്റ ഇവിടെ പോസിറ്റീവും കോസ് തീറ്റ നെഗറ്റീവുമാണ്. അപ്പോൾ നമ്മൾ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യണം. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഇവിടെ റിവോൾവിംഗ് റേ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് പി നിൽക്കുന്നത്. നമുക്കറിയാം ഇത് -1 1 എന്നാണ് അതിന്റെ കോർഡിനേറ്റ്സ്. ഇങ്ങോട്ട് -1 ഇത് 1, അങ്ങനെ പോയിന്റ് പി നമുക്ക് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ ആയ ആൽഫ π/4 ആണ്. ആ അക്യൂട്ട് ആംഗിൾ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ആംഗിൾ ആണ്. അത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് വരുന്നത്. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ്. ഇങ്ങനെ വരുന്നതാണ് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഈ ആംഗിൾ ആണ് ആൽഫ, ഈ ആംഗിൾ ആണ് π/4. അപ്പൊ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഈ പറയുന്ന ഈ ആംഗിൾ ആണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയി വരുന്ന തീറ്റ. ഈ പറയുന്ന ഇവിടെ വരുന്ന ഈ ആംഗിൾ ആണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയി വരുന്ന തീറ്റ. ഇതാണ് തീറ്റ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ ഇവിടെ നിന്ന് വരുന്ന ഇതാണ്. അതാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയി വരുന്ന തീറ്റ. എന്താണ് തീറ്റ? ടോട്ടൽ 180 ആണ്. 180ൽ നിന്ന് ഈ അക്യൂട്ട് ആംഗിൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് തീറ്റ കിട്ടുന്നത് 180 മൈനസ് ആൽഫ എന്നാണ്. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് ആൽഫ. 180 അതായത് പൈ മൈനസ് ആൽഫ. റേഡിയൻ മെഷറിൽ പറയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് എന്താണ് ഇവിടുത്തെ ആൽഫ? π/4. π/4 എന്താണ് പൈ മൈനസ് π/4? 3π/4. 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 ഓക്കെ, അങ്ങനെയാണ് സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ സെക്കൻഡിനെ ഒന്നുകൂടി പറയാം. നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ നെഗറ്റീവ് സൈൻ തീറ്റ പോസിറ്റീവ്. ഏതാണോ പോസിറ്റീവ് അതാണ് നമ്മൾ നോക്കേണ്ടത്. സൈൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഈ റേ റൊട്ടേറ്റ് ചെയ്ത് സെക്കൻഡിൽ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ആ തീറ്റ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞത് നമ്മൾ ട്രിഗണോമെട്രിയിൽ പറയുന്നത് പോലെ തന്നെയാണ്. ഫസ്റ്റിനും സെക്കൻഡിനും ട്രിഗണോമെട്രിയിൽ ആംഗിൾ എങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പോളാർ ഫോമിൽ അങ്ങനെയാണ് പറയുന്നത്. ട്രിഗണോമെട്രിയിൽ പറയുന്നത് പോലെ തന്നെയാണ് പോളാർ ഫോമിൽ പറയുന്നത്, ഫസ്റ്റിലും സെക്കൻഡിലും. അപ്പൊ ഇവിടെ കോസ് തീറ്റ നെഗറ്റീവ് സൈൻ തീറ്റ പോസിറ്റീവ് വരുന്ന ക്വാഡ്രന്റ് സെക്കൻഡ് ആണ്. അപ്പൊ റേ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ പറയുന്ന ഇത്രയും വരുന്ന ആംഗിൾ എത്രയാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. നോക്കൂ, അത് കാണുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കണം. ആ അക്യൂട്ട് ആംഗിൾ π/4 ആണ്. ആ ആൽഫ നമ്മൾ π/4 എന്ന് കൊടുത്തു. ആൽഫ π/4 ആണ്. ഇത്രയല്ലേ നമുക്ക് വേണ്ടുള്ളൂ തീറ്റ. ദാറ്റ് ഈസ് ടോട്ടലായി 180ൽ നിന്നും ഈ പറയുന്ന π/4 പോണം. അതായത് പൈ മൈനസ് π/4 ദാറ്റ് ഈസ് 3π/4. ഇതാണ് സെക്കൻഡ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു r എന്ന് പറയുന്നത് എത്രയാണ്? ഹിയർ r ഈസ് ഈക്വൽ ടു ഇവിടെ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ഇക്വേഷൻ നമ്പർ 1 r √1 മോഡുലസ് √1 കോസ് എന്താണ് തീറ്റ? 3π/4. 3π/4 പ്ലസ് I sin 3π/4. ഇതാണ് ആൻസർ. പ്ലസ് I sin 3π/4. ഇതാണ് ലാസ്റ്റ് കൊടുക്കേണ്ട ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കോംപ്ലക്സ് നമ്പർ കൊടുക്കാം. Z is equal to -1 - I. പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം.
സാധാരണ എഴുതുന്ന പോലെ തന്നെ r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ദെൻ നേരിട്ട് നമുക്ക് r എഴുതാം, പക്ഷെ തീറ്റ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഇത് ഓരോ ക്വാർട്ടറിലും നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളതങ്ങ് കാണാതെ പിടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ഉത്തരം എഴുതാം. പക്ഷെ 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് ഞാൻ ഇവിടെ ചെയ്തതുപോലെ ചെയ്യണം. ഓക്കെ. ദെൻ r cos theta is equal to, equating real and imaginary parts, r cos theta is equal to -1, r sin theta is equal to again -1. That is, this is equation number 1, this is equation number 2 and equation number 3. Then squaring and adding, അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തെല്ലാം കാണിച്ചതാണ്. ഇനി നേരിട്ട് എഴുതുന്നു. We have r square is equal to, സ്ക്വയർ ചെയ്യുമ്പോൾ r square cos square theta, then adding plus r square sin square theta, r square common factor, cos square theta plus sin square theta 1. We get r square is equal to -1 the whole square plus -1 the whole square. Again എത്ര കിട്ടും? 1 square plus 1 square തന്നെ കിട്ടും. അതായത് 2 എന്ന് കിട്ടും. Implies r is equal to √2 എന്ന് കിട്ടി. Then substituting in equation number 2 and 3, we have cos theta is equal to -1 by √2, sin theta is equal to again -1 by √2. ഇപ്പോഴും നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പോൾ cos theta പോസിറ്റീവായി കണക്കാക്കണം, sin thetaയും പോസിറ്റീവായി കണക്കാക്കണം. അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. cos theta 1 by √2, sin theta 1 by √2 സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ എത്രയാണ്? ആൽഫ എന്ന് കൊടുത്താൽ ആ ആൽഫയാണ് π/4. ആൽഫ is equal to π/4. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ ആൽഫ is equal to π/4. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇതിന്റെ തീറ്റയാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റയാണ് കാണേണ്ടത്. ആ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ -π ≤ തീറ്റ ≤ π എന്ന ഇന്റർവെല്ലിൽ വരികയും വേണം. അതാണ് പോളാർ ഫോമിന്റെ പ്രത്യേകത. ഇത് നമുക്കറിയാം. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയിലാണെങ്കിൽ നമ്മൾ ഉടനെ പറയും cos theta നെഗറ്റീവ്, sin theta നെഗറ്റീവ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന tan theta പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ അത് തേർഡിലാണെന്ന് നമ്മൾ പറയും. തേർഡിൽ ട്രിഗണോമെട്രിയിൽ ആംഗിൾ പറയുന്നത് π+θ ആണ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ പെട്ടെന്ന് കിട്ടി π + π/4. ആംഗിൾ π + π/4 ആണ്. π + π/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5π/4. അപ്പം അതാണ് ട്രിഗണോമെട്രിയിൽ വരുന്നത്. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നിൽക്കും. അത് ട്രിഗണോമെട്രിയിൽ തേർഡിൽ ആംഗിൾ പറയുന്നത് π + θ. θ is acute. ഇവിടുത്തെ അക്യൂട്ട് ആംഗിൾ π/4 ആണ്. അപ്പോൾ π + π/4 എന്ന് പറയും. പക്ഷെ പോളാർ ഫോമിൽ അതല്ല. പോളാർ ഫോമിൽ ഈ പറയുന്ന π + π/4 എടുത്തു കഴിഞ്ഞാൽ പൈയേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരും മക്കളെ. π + π/4 എന്നാണ്. അത് ഈ ഇന്റർവെല്ലിൽ വരില്ല. -π <θ ≤ π എന്ന ഇന്റർവെല്ലിൽ π + π/4 വരുമോ? ഇല്ല. പൈയേക്കാൾ ഗ്രേറ്റർ ആണ്. π + π/4 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു പോയി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആന്റി ക്ലോക്ക് വൈസിൽ വരുന്ന ആംഗിൾ അല്ല ഈ പറയുന്നതിൽ എടുക്കേണ്ടത്. ഇപ്പൊ പോളാർ ഫോം തേർഡിൽ വരുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കിയാൽ ട്രിഗണോമെട്രിയിൽ ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഈ പറയുന്ന ആംഗിൾ ആണ് π + π/4 ആയിട്ട് വരുന്നത്. അപ്പം അതിൽ ഈ ഇന്റർവെല്ലിൽ അപ്പുറം പോകും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്, പോളാർ ഫോമിൽ എടുക്കുന്നത് ക്ലോക്ക് വൈസിൽ വരുന്ന ആംഗിളാണ്. ക്ലോക്ക് വൈസിൽ വരുന്ന ആംഗിളാണ്. എന്തായാലും തേർഡിൽ ആ റൊട്ടേറ്റ് ചെയ്ത റേ ഇതുപോലെ നിൽക്കുകയാണ്. റേയുടെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ് എടുക്കുന്നത്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സൂചി പോകുന്ന പോലെ, ക്ലോക്കിലെ സൂചി പോകുന്നത് എങ്ങനെയല്ലേ പോകുന്നത്? ക്ലോക്കിലെ സൂചി അതുപോലെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഇങ്ങനെ വരുന്ന റൊട്ടേഷൻ ക്ലോക്ക് വൈസ് എന്ന് പറയും. ഇത് പോളാർ ഫോമിൽ തേർഡ് ക്വാഡ്രന്റിലാണ് ഇപ്പൊ ആംഗിൾ നിൽക്കുന്നത്. തീറ്റ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ എവിടെയാണ് നിൽക്കുന്നത്? തേർഡ് ക്വാഡ്രന്റിലാണ് നിൽക്കുന്നത്. അപ്പം
തേർഡ് ക്വാഡ്രന്റിൽ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പോളാർ ഫോമിൽ പറയുന്ന പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആയ തീറ്റ കണ്ടുപിടിക്കണം. ആ തീറ്റ ഇതിൽ ലൈ ചെയ്യുന്നതായിരിക്കണം. അങ്ങനെ അതിൽ ലൈ ചെയ്യുന്നത് കിട്ടണമെങ്കിൽ ക്ലോക്ക് വൈസിൽ ആംഗിൾ ആണ് മക്കളെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്നാണ് പറയുന്നത്. ഇവിടെയും നമുക്കൊരു റെഫറൻസ് ആംഗിൾ ഉണ്ട്. ആ റെഫറൻസ് ആംഗിൾ എന്ന് പറയുന്നത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആയിട്ടുള്ള പോസിറ്റീവ് ആംഗിൾ ആണ്. അതെന്താണ്? കോസ് തീറ്റ പോസിറ്റീവ്, സൈൻ തീറ്റ പോസിറ്റീവ് ആകുന്ന ആൽഫ എന്ന് എനിക്ക് ഇവിടെ പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു ആൽഫ കയറി വരുന്നത്. അപ്പൊ ആ ആംഗിൾ ആൽഫ π/4 ആണ്. അത് ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസിൽ വരുന്ന ആംഗിൾ ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ആൽഫ. ഇതാണ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നത് π/4 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ക്ലോക്ക് വൈസിൽ ആംഗിള് ഇതിനകത്ത് വരത്തുള്ളൂ. അപ്പൊ എന്താണ് ആംഗിൾ വരുന്നത്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ടോട്ടൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും -π റൊട്ടേറ്റ് ചെയ്തു. കാരണം ക്ലോക്ക് വൈസ് ആണ്. ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ആക്സിസിനോട് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയും -π റൊട്ടേറ്റ് ചെയ്തു. -π റൊട്ടേഷൻ, π മാഗ്നിറ്റ്യൂഡ് ആണ്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് -π എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന ആൽഫ എന്ന് പറയുന്ന ആംഗിള് കുറയ്ക്കണം അതിൽ നിന്ന്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് π എന്നിരിക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്. ആ മാഗ്നിറ്റ്യൂഡ് π എന്നിരിക്കട്ടെ. പൈയിൽ നിന്ന് ഈ ആൽഫ കുറയ്ക്കണം. അപ്പൊ കിട്ടുന്ന റൊട്ടേഷൻ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ആംഗിളിന്റെ മാഗ്നിറ്റ്യൂഡ് π - ആൽഫയാണ്. പക്ഷെ റൊട്ടേഷൻ എന്റെ മക്കളെ ക്ലോക്ക് വൈസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് എന്ന് കൊടുക്കണം. അപ്പൊ ഈ ആംഗിള് നിങ്ങൾക്ക് കിട്ടും. ഈ ആംഗിളായിട്ട് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -π + ആൽഫയാണ് കിട്ടുന്നത്. ഈ ആംഗിൾ. അപ്പോൾ ഈ വരുന്ന ആംഗിളാണ് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റ. ആ തീറ്റ കിട്ടുന്നത് -π + ആൽഫ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് ഞാൻ എഴുതാം, ഇവിടെ എഴുതാം, തീറ്റ ഈസ് ഈക്വൽ ടു -π പ്ലസ് എന്താണ് ഇവിടുത്തെ ആൽഫ? π/4. അപ്പൊ എത്ര കിട്ടും ആൻസർ? -4π + π എന്ന് കിട്ടും. അതായത് -3π/4 ആണ് ആൻസർ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ആംഗിൾ നിങ്ങൾക്ക് കിട്ടുന്നത് -3π/4. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു കിട്ടുന്നത് -3π/4. ഇവിടെ എഴുതാം, തീറ്റ ഈസ് ഈക്വൽ ടു -3π/4. ഇതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കേണ്ടത്. That is r √1 √2 into cos -3π/4 plus I sin -3π/4. അതാണ് ഫൈനൽ ആൻസർ. മനസ്സിലായോ? അതായത് നമ്മൾ തേർഡിൽ ട്രിഗണോമെട്രിയിൽ പറയുന്നത് π + അക്യൂട്ട് ആംഗിൾ ആണ്. π + ഈ അക്യൂട്ട് ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഈ ഇന്റർവെല്ലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരും. π + π/4 അതിനേക്കാൾ ഗ്രേറ്റർ ആണ്. ഈ ഇന്റർവെല്ലിനപ്പുറം പോകും. അതുകൊണ്ട് നമ്മൾ പോളാർ ഫോമിൽ എടുക്കുമ്പോൾ ക്ലോക്ക് വൈസിലെ ആംഗിൾ ആണ് എടുക്കുന്നത്. റേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആന്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാം, ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാം. അപ്പം ഇത് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ ടെർമിനൽ പൊസിഷൻ തേർഡ് ക്വാഡ്രന്റിൽ വന്നു, അവിടെ എത്തി. അപ്പം ഈ പറയുന്ന ക്ലോക്ക് വൈസിലെ ആംഗിൾ ആണ് എടുക്കേണ്ടത്. അതെങ്ങനെ കാണാൻ പറ്റും? എന്തായാലും ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന അക്യൂട്ട് ആംഗിൾ ആൽഫ. അങ്ങനെ ഒരു റെഫറൻസ് ആംഗിൾ, ഒരു അക്യൂട്ട് ആംഗിൾ ഉണ്ടെങ്കിലേ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ അക്യൂട്ട് ആംഗിൾ ആൽഫ π/4 ആണ്. ആ π/4 ആണ് ഞാൻ ഇവിടെ ആൽഫ എന്ന് പറയുന്നത്. π/4 അതിന് ആൽഫ എന്നേ കൊടുത്തിട്ടുള്ളൂ. അത് π/4 ആണ്. അത് നമുക്കറിയാം അക്യൂട്ട് ആംഗിൾ, അത് ആന്റി ക്ലോക്ക് വൈസിലാണ് പറയുന്നത്. അതാണ് വരച്ചിരിക്കുന്നത് ആൽഫ π/4. പക്ഷെ നമുക്ക് വേണ്ടത് ഈ ക്ലോക്ക് വൈസിലെ ഈ ആംഗിൾ ആണ് വേണ്ടത്.
ഇതൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആക്സിസിനോട് ചേർന്നാൽ മാഗ്നിറ്റ്യൂഡ് പൈ ആണ്, പക്ഷെ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഉത്തരം -π എന്നാണ് പറയേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? -π എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ അതുപോലെ നോക്കുന്നു. ഇവിടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നിങ്ങൾ നോക്കുന്നു. അത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് കിട്ടുന്നത് പറയുന്നത് ടോട്ടൽ പൈ ആണ്. ഈ ആൽഫ പോയി കഴിയുമ്പോൾ π - ആൽഫ എന്ന് പറയും. പക്ഷേ അത് ക്ലോക്ക് വൈസിലാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പറയുന്ന ഇപ്പൊ കിട്ടിയ ആർഗ്യുമെന്റായ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റായ തീറ്റ കാണുന്നത് -π - ആൽഫ. ടോട്ടൽ പൈ ആണ്, അതിൽ നിന്ന് ആൽഫ കുറച്ചുള്ള മാഗ്നിറ്റ്യൂഡ് π - ആൽഫ. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് ഇടണം, അത്രയേ ഉള്ളൂ. Then -π + alpha, that is theta is equal to -π + alpha π/4. Then അത് ചെയ്ത് വരുമ്പോൾ -4π + π എന്ന് കിട്ടും. -4π + π എന്ന് പറയുന്നത് -3π/4 അവിടെ ഉണ്ട്. Then substituting in equation number 1, again -1 - I is equal to r മോഡുലസ് ആയ √2 into cos. എന്താണ് മക്കളെ തീറ്റ കിട്ടുന്നത്? -3π/4 ഞാൻ എഴുതിയിട്ടുണ്ട്. cos -3π/4 plus I sin -3π/4. I sin -3π/4. ഇതാണ് ആൻസർ ആയി കിട്ടുന്നത്. √2 വെളിയിലുണ്ട്, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് r into cos തീറ്റ പ്ലസ് I sin തീറ്റ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ cos -x എന്ന് പറയുന്ന cos x ആണ്. അത് പഠിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല, ട്രിഗണോമെട്രിയിലുള്ളതാണ്. ജസ്റ്റ് ഇപ്പം ഇതിങ്ങനെ പഠിക്കുക, ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. എന്നിട്ട് ബാക്കി ഉള്ള കാര്യങ്ങൾ അതിൻ്റെ ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ.